بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഏറെ സന്തോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 1950-കളിൽ KM മൗലവി, ഉമർ മൗലവി റഹിമഹുമുല്ലാഹ് മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും മുൻനിർത്തി ഇസ്ലാമിന്റെ ആദർശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനും സമൂഹത്തിനിടയിൽ പ്രബോധനം ചെയ്യുവാനും രൂപീകരിച്ച കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് 2002-ൽ ആദർശ വ്യതിയാനം സംഭവിച്ച് പ്രമാണങ്ങളോട് കൂറുപുലർത്താൻ കഴിയാതെ ഈ പ്രസ്ഥാനത്തെ പിളർത്തി അതിൽ നിന്ന് മാറിപ്പോയ മടവൂർ വിഭാഗം ഇക്കാലമത്രയും കേരളത്തിലും അതിനു പുറത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങളും ആദർശങ്ങളും ഇസ്ലാമിൻ്റെതായി അംഗീകരിക്കുവാൻ സാധ്യമല്ല, ഇസ്ലാമിന്റെ പേരിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ പഠിപ്പിക്കുവാൻ പാടില്ല എന്ന് തുറന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ
ചർച്ചയിൽ തെളിഞ്ഞു വരികയുണ്ടായി. അൽഹംദുലില്ലാ, ഏറെ സന്തോഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും മറന്നുപോകുന്നില്ല. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, പ്രാർത്ഥനക്കർഹനില്ല, സഹായതേട്ടത്തിന് അർഹനില്ല എന്ന ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ വിഷയം സാഹചര്യങ്ങളും സമയങ്ങളും അനുകൂലമാണോ എന്ന് പരിശോധിക്കാതെ സമൂഹത്തിന്റെ മുമ്പിൽ ജാതിമത വ്യത്യാസമന്യേ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. ആ മർമ്മത്തിൽ നിന്ന് മറ്റു ന്യായങ്ങളും മറ്റു കാരണങ്ങളും പറഞ്ഞ് പ്രബോധകന്മാരും പണ്ഡിതന്മാരും മാറി നിൽക്കുന്ന ദുരവസ്ഥ ഈ പ്രസ്ഥാനം നല്ല ഒരു സ്വഭാവമായി സ്വീകരിച്ചിട്ടില്ല. ഏത് പ്രയാസങ്ങളിലും ഏത് പരീക്ഷണങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയം തുറന്നു പറയുക, ആ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ കെ.എം. മൗലവി റഹിമഹുല്ലാ ഒന്നാമതായി എഴുതിയ പുസ്തകത്തിന്റെ പേരു തന്നെ അദ്ദുആ വൽ ഇബാദ എന്നാണ്. പ്രാർത്ഥനയും ആരാധനയും എന്ന വിഷയത്തിലാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ പുസ്തകം കെ.എം. മൗലവി റഹിമഹുല്ലാ പുറത്തിറക്കുന്നത്, ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. പ്രാർത്ഥന ആരാധനയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അത് കെ.എം. മൗലവിയുടെ ഒരാശയമായി കെ.എം. മൗലവിയുടെ മനസ്സിൽ വന്ന ഒരു ചിന്തയായിട്ടല്ല പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആനിലെ മഹത്തായ വചനം മുൻനിർത്തിക്കൊണ്ടാണ് ആ മഹാനായ പണ്ഡിതൻ ആ ആശയം ലോകത്തെ പഠിപ്പിച്ചു കൊടുത്തത്. സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അതേ, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എനിക്കുള്ള ആരാധനയിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി ആരെങ്കിലും മാറിപ്പോയാൽ നിന്ദരായിക്കൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന അല്ലാഹുവിന്റെ കലാം മുൻനിർത്തിയിട്ടാണ് മഹാനായ കെ.എം. മൗലവി റഹിമഹുല്ലാ ഇസ്ലാമിന്റെ മർമ്മം, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കെ.എം. മൗലവി റഹിമഹുല്ലയിലൂടെ കേരളം കേട്ട ഇസ്ലാമിന്റെ പ്രബലമായ പ്രധാനമായ ആദർശം വീണ്ടും വീണ്ടും പറയുക, പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. സഹോദരങ്ങളെ, ഏറെ അപകടം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ശിർക്ക് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എത്രത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ട പ്രതിജ്ഞയെപ്പോലും ഗൗരവത്തിൽ കാണാൻ കഴിയാത്ത, അതിനെപ്പോലും മാനിക്കാൻ കഴിയാത്ത മുസ്ലിം സമൂഹമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ അല്ലാഹുവിനോട് അങ്ങനെ ഒരു പ്രതിജ്ഞ നടത്തുകയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്നും പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ ആ ചോദ്യം പോലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗം ഞങ്ങൾക്ക് നൽകണേ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പോലും അല്ലാഹു അല്ലാത്ത മരണപ്പെട്ടു പോയ ശൈഖുമാരോട് ചോദിക്കാം, അതിന് കുഴപ്പമില്ല, അതിൽ ശിർക്ക് വരികയില്ല എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ മേഖല ചെറുതായി നമ്മൾ കാണേണ്ട ഒന്നല്ല. തൗഹീദിന്റെ മേഖല മടവൂർ വിഭാഗം പറഞ്ഞ പോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിലൂടെ നമുക്ക് തൗഹീദുള്ളവരായി ആളുകളെ മാറ്റാം എന്ന ഒരു നിലപാടിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഞാൻ ഒരിക്കലും
വെറുതെയല്ല നിങ്ങളോട് പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് അല്ലാഹു അല്ലാത്ത മരണപ്പെട്ടു പോയ ശൈഖുമാരോട് വരെ ചോദിക്കാമെന്നത് ഉസ്താദുമാരുടെ നാവിലൂടെ വന്ന വാചകമാണ്. നമുക്ക് മറക്കാൻ കഴിയില്ല, കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് വെച്ചുണ്ടായ ഈ സമസ്തയുമായി ഉണ്ടായ സംവാദം. ആ സംവാദത്തിൽ മരണപ്പെട്ടുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന നിങ്ങളുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് മരണപ്പെട്ടുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ സൃഷ്ടികർത്താക്കളല്ല, മറിച്ച് മഹാന്മാരാണെന്ന വിശ്വാസത്തോടുകൂടി സഹായം തേടിയാൽ ശിർക്കാവുകയില്ല എന്ന പച്ച ശിർക്കിന്റെ വാദം വ്യവസ്ഥ എഴുതി. അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ സംവാദത്തിൽ ഈ സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ നാവിലൂടെ പറഞ്ഞ വിഷയമാണ് ഹിദായത്ത് എന്നത് ഷെയ്ഖിനോട് ചോദിക്കാം, അതിന് പ്രശ്നമില്ല എന്നതും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ കേൾക്കുന്ന ഭാഗം അതാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ശേഷം ചില കാര്യങ്ങൾ വിശദീകരിക്കാം. എന്താണ് ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? കേട്ടല്ലോ, ശിർക്കാണോ എന്ന് ബഹുമാനനായ ഫൈസൽ മൗലവി ചോദിച്ചപ്പോ ശിർക്കല്ല, ഒറ്റയടിക്ക് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഏതാ വിഷയം? ഹിദായത്താണ് വിഷയം. ചെറിയൊരു കാര്യമല്ല, പടച്ച റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട ഒന്നാണ്. ആ ഒരു കാര്യം പോലും ഷെയ്ഖിനോട് ചോദിച്ചാൽ, മരിച്ചുപോയ ഷെയ്ഖിനോട് ചോദിച്ചാൽ ശിർക്കല്ല, ശിർക്കാണെന്ന് പറയാൻ ഒറ്റയടിക്ക് പറ്റില്ല. ഇനി എന്താ കാരണം പറഞ്ഞത്? ഖാലിഖല്ല എന്ന വിശ്വാസം, സൃഷ്ടികർത്താവല്ല എന്ന വിശ്വാസം. സാക്ഷാൽ മക്കാ മുശ്രിക്കിന് പോലും ഇല്ലാത്ത ഒരു വാദമാണിത്. ആ വാദമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾ സൃഷ്ടികർത്താവ് അല്ലാഹുവാണെന്ന് പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു. അവർക്കതിൽ സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാഹുവല്ലാത്ത സൃഷ്ടികർത്താക്കൾ ഉണ്ടോ ഇല്ലേ എന്ന് വരെ ചർച്ചയ്ക്ക് വെക്കേണ്ട അവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടായി. ഇനി നോക്കൂ നിങ്ങൾ, ഹിദായത്ത് എന്ന ഒന്ന് മരണപ്പെട്ടു പോയ ഷെയ്ഖുമാരോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിതൃവ്യനെ പോലും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാരാ അറിയിച്ചു കൊടുത്തത്? അല്ലാഹുവാണ്. അപ്പൊ ഹിദായത്ത് അല്ലാഹു നൽകുന്ന ഒന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുശ്രിക്കത്തായ മാതാവിനെ പരാതിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ യഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ മാതാവിന് ഹിദായത്ത് കൊടുക്കണേ എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാതെ ഹിദായത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയല്ല, പ്രാർത്ഥനയിലൂടെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്നെന്തിനാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്? ഷെയ്ഖിൽ നിന്ന് കിട്ടേണ്ട ഒരു വിഷയമാണെങ്കിൽ, ഷെയ്ഖിനും നൽകാൻ കഴിയുന്ന ഒരു വിഷയമാണെങ്കിൽ പിന്നെ എന്തിനാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള റഹ്മത്ത് ധാരാളമായി ഞങ്ങൾക്ക് നൽകണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിനാ അങ്ങനെ ഒരു ചോദ്യം? അത്ര കർശനമായ ഗൗരവമുള്ള ഒരു ചോദ്യം എന്തിനാണ് സഹോദരങ്ങളെ? അപ്പോ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വരെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാം, മരണപ്പെട്ടു പോയ ശൈഖുമാരോട് ചോദിക്കാം എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന അവസ്ഥയാണ്. സമസ്തയിലെ MT അബൂബക്കർ ദാരിമി, അവരിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ നാവിലൂടെയാണ് അങ്ങനെ ഒരു വാദം സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിൽ പ്രഖ്യാപിച്ചത്, ഖുൽ നബിയെ പറയുക, ഇന്നമ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, ആ റബ്ബിൽ ഒന്നിനെയും തന്നെ പങ്കു ചേർക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്. അത് മാത്രമല്ല, ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ,
ഉപദ്രവമാകട്ടെ ഉപകാരമാകട്ടെ ഒന്നും നിങ്ങൾക്ക് അധീനപ്പെടുത്തുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ശിർക്കൻ വാദങ്ങൾ ഇസ്ലാമിന്റെ ലേബലിൽ സമൂഹത്തിൽ അഴിഞ്ഞാടുമ്പോൾ അതിനെ കൈയോടെ പിടികൂടി അതിന്റെ അപകടം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചു പോകുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, ആ ആരോപണത്തിന്റെ വസ്തുത സമൂഹത്തിൽ വ്യാപകമായി നമ്മൾ വിശദീകരിച്ചതാണ്. 2002 ഈ പ്രസ്ഥാനത്തെ പിളർത്തിപ്പോയ മടവൂർ വിഭാഗത്തിലൂടെയും അതുപോലെ തന്നെ EK സമസ്തയിലൂടെയും പുറത്തു വന്ന ജിന്നുമായി ബന്ധപ്പെട്ട ആരോപണം. ആ ആരോപണം അവർ വലിച്ചിട്ടപ്പോൾ അവർ കരുതിയത്, അവർ വിചാരിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും അതിന്റെ പ്രവർത്തകരും ഒരു ഭാഗത്ത് ഭയപ്പെട്ട് ഒരു ഭാഗത്ത് വിറച്ച് ഒതുങ്ങിക്കൂടുമെന്നാണ്. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ആ ആരോപണത്തിന്റെ വസ്തുത ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തി കേൾപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത്, ഇന്ന് കേവല സംഘടനാവാദികൾക്ക് വേണ്ടി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനനായ ഹനീഫ കായക്കൊടിയുടെ നാവിലൂടെ കേൾക്കണം. എന്തുകൊണ്ടാണത് കേൾപ്പിക്കുന്നത്? ആ ഒരു ഫിത്ന, ആ ഒരു ആരോപണം, ആ പച്ച നുണ ഈ സമൂഹത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് മുമ്പിൽ ആരാണ് വലിച്ചിട്ടത്, അതിന്റെ ഉത്തരവാദികൾ ആരാണെന്നും ഇന്ന് അത് താങ്ങിപ്പിടിച്ചും ഏറ്റിപ്പിടിച്ചും അതിന്റെ വലിയ ആളുകളായി നടക്കുന്നവർ തന്നെ പറയുമ്പോൾ ആ വസ്തുത ആളുകൾക്ക് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം കേൾക്കുക. വലിച്ചു കൊണ്ടുവന്നത് എന്തിനാ വലിച്ചു കൊണ്ടുവന്നത്? ഇത് മൂപ്പര് മുജാഹിദ് ആയിരുന്ന കാലത്തെ വർത്താന, ഇന്ന് അതല്ലല്ലോ. ആ കാലത്തെ വർത്താനാണ്. EK സമസ്തയും മടവൂരികളും അവരുടെ നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്ന ആരോപണം. ആ ആരോപണത്തിന്റെ പിന്നാലെ പോയി. പക്ഷെ എന്തായി? ഇന്നതെല്ലാം തകർന്നടിഞ്ഞു. ഇന്ന് ആ വാദങ്ങൾ മുഴുവനും ഏറ്റു നടക്കുന്ന അവസ്ഥ ആർക്കുണ്ടായി? ഈ വിഭാഗത്തിലുണ്ടായി. അതുകൊണ്ട് EK സമസ്ത കൊണ്ടുവന്ന ആരോപണം, മടവൂരികൾ കൊണ്ടുവന്ന ആരോപണം, AP സമസ്ത കൊണ്ട് പിന്നെ ഉയർത്തിപ്പിടിച്ച ആരോപണം 2012 ശേഷം കേവല സംഘടനാവാദികളായ നിങ്ങളും അത് ഏറ്റിപ്പിടിച്ചു. അതിലാര് തളരുകയില്ല? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരും പണ്ഡിതന്മാരും തളരുകയില്ല. അവർക്കത് യാതൊരു പ്രശ്നവുമില്ല. അതിനെ ചങ്കൂറ്റത്തോടെ അവർ നേരിട്ടു. ഇനി അത് മാത്രല്ല, വേറൊന്നുകൂടി കേൾപ്പിക്കണം. ഈ നാടിന് വേണ്ടിയാണ്. EK സമസ്തന്റെ വലിയ തറവാടാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് അത് കേൾപ്പിക്കുന്നത്. ഒന്നുകൂടി കേൾക്കുക. എന്താ അറിയോ? ഈ വാദം, ഇങ്ങനെ ഒരു ജിന്നിനോട് പ്രാർത്ഥിക്കൽ വാദമുണ്ടെങ്കിൽ ഇവിടെയുള്ള മുജാഹിദ് പള്ളിയുടെ താക്കോല് നന്ദി ദാറുസ്സലാമിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. അതുകൂടി കേട്ടോളി. ഈ EK വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട് എന്ന് കേട്ടല്ലോ. ആ ചാവി ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പൊ മടവൂരി കേവല സംഘടനാവാദി രണ്ടും ഒരുമിച്ച, രണ്ടും ഐക്യപ്പെട്ട. യഥാർത്ഥ മുജാഹിദിന് സ്വിച്ച് ഇടാൻ പോലും അധികാരമില്ല. മടവൂരി മറ്റൊന്നിട്ടാലോ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഐക്യപ്പെട്ട് നല്ല ശൂറ കൂടി പോവാണ്. അവിടെ ചാവിയുടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ EK വിഭാഗം, മടവൂരികൾ, AP വിഭാഗം എല്ലാവരും കൊണ്ടുവന്ന ആ ഒരു ദുർബലവാദം, ആ പൊള്ളയായ വാദം
ഇന്ന് സാക്ഷാൽ ഇവർക്ക് ഊർജം കിട്ടുവാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ വേദനിക്കാനാവില്ല. ഇനി സഹോദരങ്ങളെ, ജിന്ന് സാക്ഷാൽ എവിടെയാണ്? അതുകൂടി നമ്മൾ പഠിക്കണം. കാരണം എന്താ, 950 മുതൽ ഈ ആദർശം മുറുകെ പിടിച്ച് അതിനുവേണ്ടി പണിയെടുക്കുവാൻ വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനത്തെ കീറിമുറിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കി പുറത്തു പോകുമ്പോൾ ജിന്ന് കയറിയ തൗഹീദ് എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും ഇസ്ലാമിന്റെ ആദർശത്തെയും വേദനിപ്പിക്കുമ്പോൾ എവിടെയാണ് ജിന്ന് കൂടിയിരിക്കുന്നത്? എവിടെയാണ് ജിന്ന് കൂടിയിരിക്കുന്നത്? ഇന്ന് സാക്ഷാൽ AP സമസ്തക്കും EK സമസ്തക്കും മടവൂർ വിഭാഗത്തിനും അതുപോലെ തന്നെ കേവല സംഘടനാവാദികൾക്കും ജിന്നില്ലാതെ ജീവിക്കാനാകുന്നില്ല. കഴിഞ്ഞ മാസം ഇസ്ലാഹിൽ ജിന്ന് കയറിയ സമസ്ത തൗഹീദ് എന്ന വിഷയത്തിൽ ഒരു ലേഖനം തന്നെ വന്നിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ചാൽ എവിടെയാണ് ജിന്ന് കൂടിയിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വാദിച്ചു. ആരാത് കൊണ്ടുവന്നത്? KM മൗലവി റഹിമഹുല്ല അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിൽ 920 കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചു. അഭൗതികമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള കഴിവ്, മറഞ്ഞ വഴിക്കുള്ള കഴിവ്, അദൃശ്യമായ കഴിവ് പടച്ച റബ്ബിന് മാത്രം. അതൊരാൾക്കുമില്ല, വേറെ ഒരാൾക്കുമില്ല. KM മൗലവി പഠിപ്പിച്ചു. മഹാനായ PK മൂസ മൗലവി അദ്ദേഹം പഠിപ്പിച്ചു, അങ്ങനെ ഒരു വിചാരമുണ്ടായാൽ തന്നെ ശിർക്കായി. അഭൗതികമായ മാർഗത്തിലൂടെ ഏതെങ്കിലും ഒരു സൃഷ്ടി സഹായിക്കുമെന്ന് വിചാരിച്ചാൽ ആ വിചാരം തന്നെ ശിർക്ക്. ആരാ പഠിപ്പിക്കുന്നത്? PK മൂസ മൗലവി. PK മൂസ മൗലവിയെ മുജാഹിദ് പണ്ഡിതന്മാർക്കും പ്രബോധന്മാർക്കും മറക്കാനാവില്ല. അമാനി മൗലവിയുടെ പരിഭാഷ മറിക്കുമ്പോൾ അതിൽ ആ പേര് തെളിഞ്ഞു കാണാം. മഹാനായ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ തർജുമാനുൽ ഖുർആനിൽ കൃത്യമായി തന്നെ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? അങ്ങനെ ഒരു വാദം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അല്ലാഹു അല്ലാത്തവർ സഹായിക്കുമെന്ന വാദം, അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന വാദമല്ല. ഉമർ മൗലവി പഠിപ്പിച്ചു. സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി വരെ ആ വാദം എഴുതി വെച്ചു. കുഞ്ഞീദ് മദനി പഠിപ്പിച്ചു. പക്ഷേ എന്തല്ല, കേവല സംഘടനാവാദികൾക്കും മടവൂർ വിഭാഗത്തിനും സമസ്തക്കാരെയാണ് ഇഷ്ടം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. എങ്ങനെയാണ്? ആദ്യം കേൾക്കുക, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയട്ടെ, അദ്ദേഹത്തിന്റെ വാദം പറയട്ടെ, കേട്ടോളി. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. കേട്ടല്ലോ, നമ്മൾ കേട്ട് പരിചയമുള്ള ക്ലിപ്പാണ്. സൂറത്ത് തഹരീമിലെ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് അനിസ്ലാമിക വാദം ആര് പഠിപ്പിച്ചു? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അത് തൗഹീദിന്റെ വാദമല്ല, ഇസ്ലാമിന്റെ വാദമല്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാർ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഇനി ഈ കേസ് അവസ്ഥ പറയട്ടെ, കേട്ടോളി. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കേട്ടല്ലോ, മഹാത്മാക്കൾ അദൃശ്യമായി അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കും. അപ്പൊ ഇവര് കൊണ്ടുവന്നത് എന്തിനാണ്? തൗഹീദിന് വിരുദ്ധമായ വാദം, ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് എന്തിനാ കൊണ്ടുവന്നത്? മഹാത്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, മഹത്തുക്കളോട് ചോദിക്കാൻ, അവരോട് സഹായം തേടാൻ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു വാദം ഇവിടെ പഠിപ്പിക്കുവാനാണ് ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു വാദം കൊണ്ടുവന്നത്. അപ്പൊ എന്തായി? നേരത്തെ പറഞ്ഞ പോലെ 2002 ആദർശ വ്യതിയാനം സംഭവിച്ച്
പ്രമാണങ്ങളോട് സമീപനം തെറ്റായ രൂപത്തിൽ കൊണ്ടുവന്ന മടവൂർ വിഭാഗം അത് ഏറ്റെടുത്തു. ആരാ ഏറ്റെടുത്തത്? തനിച്ച ഹദീസ് നിഷേധി. തനിച്ച ഹദീസ് നിഷേധി. ആ ഹദീസ് നിഷേധിയുടെ നാവിലൂടെ തന്നെ കേൾക്കുക സമസ്തയുടെ വാദം. കേട്ടല്ലോ, ജിന്നും മലക്കും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളാണ്. ആര് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ തൗഹീദ്. നമ്മളല്ല, സമസ്തക്കാര്. ആ സമസ്തക്കാരെ കൂട്ടുപിടിച്ചപ്പോ എന്തായി? എല്ലാം പാടെ കൂട്ടി നമ്മളായി. ആ നമ്മുടെ തൗഹീദ്, ശിർക്കൻ തൗഹീദ് എവിടെ പഠിപ്പിച്ചു? കേരള മണ്ണിൽ പഠിപ്പിച്ചു. ഇതാണ് നിങ്ങൾക്ക് ആദർശ വ്യതിയാനം ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾക്ക് തൗഹീദ് വേണ്ട, അതുകൊണ്ടാണ് സമസ്ത പഠിപ്പിച്ച പിഴച്ചന് വിശ്വാസം ഇവിടെ നിങ്ങൾ പ്രചരിപ്പിച്ചത്. പിന്നെയോ ആ 2012 ഈ പ്രസ്ഥാനത്തെ വീണ്ടും പിളർത്തി സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി, ആ സലഫിയുടെ നാവിലൂടെ തന്നെ ഇതേ വാദം കേൾക്കാൻ കഴിഞ്ഞു. അതുകൂടി കേൾക്കുക. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. ഇത് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയുടെ നാവിലൂടെ കേൾക്കേണ്ടി വന്നു. എന്താ ഇവിടെ പറഞ്ഞത്? സമസ്ത കൊണ്ടുവന്നത്, മടവൂർ വിഭാഗം കൊണ്ടുവന്നത് യാതൊരു മടിയുമില്ലാതെ ഇസ്ലാമിന്റെ ലേബലിൽ പ്രചരിപ്പിക്കുന്നു. അതിനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും കൈയോടെ പിടികൂടി ഈ സമൂഹത്തെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് വിരുദ്ധമായ ഒരു വാദം പറയുക എന്നത് അജണ്ടയല്ല. അങ്ങനെ ഒരു തീരുമാനം നമുക്കില്ല. പരിശുദ്ധ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കും വിരുദ്ധമാകുന്ന ഒരു വാദം ആര് പറഞ്ഞാലും അതിന്റെ പിന്നാലെ പോയി അവരെ കൂട്ടുപിടിച്ച് അവരെ അനുകൂലിച്ച് അത് പറയുക എന്നതല്ല നമ്മെ അള്ളാഹു ഏൽപ്പിച്ചത്. ഇപ്പൊ എന്താ ഉണ്ടായത്? സമസ്ത പറഞ്ഞതും മടവൂരികൾ പറഞ്ഞതും അതുപോലെ തന്നെ കേവല സംഘടനാവാദികൾ പറഞ്ഞതും ഒന്നു തന്നെ. ഇനി ഒരു നുകത്തിരി കെട്ടി തൊളിച്ചാ മതി. അതുകൊണ്ട് മടവൂരികളുമായി ഐക്യപ്പെടാണ്ടാക്കിയ 5 അംഗ സമിതി അത് സമസ്തയിലേക്കും തിരിച്ചുവിടുക, അവരെയും കൂട്ടിപ്പിടിക്കുക. സമസ്തക്കാരൊക്കെ ഒരുമിച്ച് നല്ലൊരു ഐക്യ സംഘമായിട്ട് എന്ത് ചെയ്യുക? അവരോട് മുന്നോട്ട് പോവുക. ആ രൂപത്തിലാ കാര്യങ്ങൾ. സമസ്ത കൊണ്ടുവന്ന പിഴച്ചൊരു വിശ്വാസം മുഴുവനും മടവൂരികൾ സ്വീകരിച്ചു. അത് ഇപ്പോൾ ആ മടവൂരികളെ പിൻപറ്റി വന്നവരും സ്വീകരിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കൽ കൈയോടെ നമ്മൾ പിടികൂടി. അള്ളാഹുവിന്റെ കലാമിൽ ഇല്ലാത്ത വാദം പറഞ്ഞു. ആര്? ഖുർആനിന്റെ പേരിൽ ഖുർആനിൽ ഇല്ലാത്ത വാദം ആര് പറഞ്ഞു? മടവൂരികൾ പറഞ്ഞു. അൽഹംദുലില്ലാ, കഴിഞ്ഞ സംവാദത്തിൽ അത് കൈയോടെ നമ്മൾ പിടികൂടി. അതുപോലെ തന്നെ ഖുർആനിലുള്ള കാര്യങ്ങൾ തന്നെ ദുർവ്യാഖ്യാനിച്ചു. ആര് ദുർവ്യാഖ്യാനിക്കുന്ന പോലെ? സമസ്തക്കാർ ദുർവ്യാഖ്യാനിക്കുന്ന പോലെ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തലശ്ശേരിയിലും കൊട്ടപ്പുറത്തും വസ്അൽ മൻ അർസൽനാ എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. എന്തിനു വേണ്ടി? ശിർക്കിനു വേണ്ടി. തൗഹീദ് പഠിപ്പിച്ച ആയത്ത് ശിർക്കിനു വേണ്ടി ദുർവ്യാഖ്യാനിച്ചു. അതുപോലെ തന്നെ സുലൈമാൻ സഖാഫി മാളിയക്കൽ അള്ളാഹുവിന്റെ കലാമിനെ തിരുത്തി, പച്ചക്ക് തിരുത്തി. നമ്മൾ കൈയോടെ പിടികൂടി. മടവൂർ വിഭാഗം അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. ഫലാ തഖാഫൂ വഖാഫൂനി എന്ന ആയത്ത്, ആ ആയത്തോറിയിട്ട് ശൈത്വാനെ പേടിക്കേണ്ടതില്ല എന്ന് പ്രസംഗിച്ചു, എഴുതി വെച്ചു. നമ്മൾ കൈയോടെ പിടികൂടി. അതുപോലെ തന്നെ സിഹർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു. ആര് വ്യാഖ്യാനിച്ച പോലെ? മുഅ്തസിലിയാക്കൾ വ്യാഖ്യാനിച്ച പോലെ. അപ്പോ മുഅ്തസിലിയാക്കളുമായി മടവൂരികൾ ബന്ധമുണ്ട്. അതുപോലെ തന്നെ സമസ്തയുമായി മടവൂരികൾക്ക് ബന്ധമുണ്ട്. ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ ഈകെ വിഭാഗം ദുർവ്യാഖ്യാനിച്ചു. നിന്നെ മാത്രം എന്നതിലെ മാത്രം അവർ കട്ടുമുറിച്ചു. നമ്മൾ കൈയോടെ പിടികൂടി. അതേ സ്വഭാവത്തിലേക്ക്
കേവല സംഘടനാവാദികളിൽപ്പെട്ട എം അക്ബർ സാഹിബ് ചെന്നു. എങ്ങനെ? ഇസ്തിയാനത്തിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു, സമസ്തയുമായി ബന്ധപ്പെട്ടു. ഫലാ തഖാഫൂ വഖാഫൂനി എന്ന ആയത്ത് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചു. ആര് വ്യാഖ്യാനിച്ച പോലെ? സലാം സുല്ലമി വ്യാഖ്യാനിച്ച പോലെ മടവൂരികളുമായി ബന്ധപ്പെട്ടു. സിഹിർ ഫലിക്കുകയില്ല എന്നതിന് വമാഹും ബിദ്വാരീന എന്ന ആയത്ത് കട്ടുമുറിച്ചോതി. ആരാ ഓതിയത്? കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി. എന്തായി? മടവൂരികൾ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു, കെ വി ആയത്ത് കട്ടുമുറിച്ചു. രണ്ടും ഒന്ന്, രണ്ടും ഒരാശയത്തിലേക്ക് പോയി. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ എന്ന ആയത്ത് സമസ്തക്കാരെന്തിനാ ഓതിയത്? സമസ്ത സംഘടനയെ അള്ളാഹു സംരക്ഷിക്കുന്നു എന്ന് പറയാൻ. അപ്പോഴോ കേവല സംഘടനാവാദികൾ ഓതി അവരുണ്ടാക്കിയ അല്ലെങ്കിൽ അവർ കള്ളത്തരത്തിലൂടെ പിടിച്ചെടുത്ത KNM-നെ അള്ളാഹു നിലനിർത്തുമെന്ന് പറയാൻ പടച്ച റബ്ബിന്റെ ഖുർആനിലായത്തിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചു. അത് കയ്യോടെ നമ്മൾ പിടികൂടി. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഖുർആനിനെയും ഹദീസിനെയും അള്ളാഹു സംരക്ഷിക്കും. പക്ഷേ മടവൂരികളോ എന്താ അവർ പറയുന്നത്? മടവൂരികളുടെ വിശ്വാസം അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തതാണ്, ഹദീസിന് ആ സംരക്ഷണമില്ല. എവിടെ? അത്തൗഹീദ്, എടരിക്കോട് തൗഹീദ്. മാലിക് സലഫി പറഞ്ഞ പോലെ എടരിക്കോട് സമ്മേളനത്തിന്റെ ഭാഗമായി ഇറക്കിയ തൗഹീദില് അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തതാണ്, ഹദീസിന് ആ സംരക്ഷണമില്ല. അങ്ങനെ ഒരു വാദം ഇസ്ലാമിനില്ല. ആ ആയത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണെന്ത്? ആ അള്ളാഹുവിന്റെ കലാമിനെയും ഹദീസിനെയും ആര് സംരക്ഷിക്കും? അള്ളാഹു തന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്ന രണ്ട് വിഭാഗം സമസ്തയുമായി ആര് ബന്ധപ്പെട്ടു? മടവൂർ വിഭാഗം ബന്ധപ്പെട്ടു. മുഅ്തസിലിയാക്കളെ പാത അവർ സ്വീകരിച്ചു. അതേ പാതയിലേക്ക് യാതൊരു മടിയുമില്ലാതെ കേവല സംഘടനാവാദികൾ കടന്നുപോയി. നമ്മൾ കൈകെട്ടി നോക്കി നിന്നില്ല, കൈയോടെ പിടികൂടി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ആ വിഷയത്തിലും അവർ തുല്യരാണ്. ഇനി ഒരുമിച്ച് ഐക്യപ്പെട്ട് മുന്നോട്ട് പോവുക. ഞങ്ങളെ വേദനിപ്പിക്കണ്ട, ഞങ്ങൾ നേരെ കുതിര കയറണ്ട. ഈ സത്യം ഇൻഷാ അല്ലാഹ് മരണം വരെ സമൂഹത്തെ കേൾപ്പിക്കുവാൻ ഇതിന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും യാതൊരു പേടിയുമില്ലാതെ ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. അതിലാര് തടയണ വെച്ചാലും ആ തടയണ മുഴുവനും പൊളിച്ചു മാറ്റി ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഇവിടെ കണ്ടത്. നന്ദിയിലെ 2 ദിവസങ്ങളിൽ 1-ാം തീയതിയും 8-ാം തീയതിയും ഉണ്ടായ ആദർശ വിഷയത്തിലെ സംവാദം അതാണ് കേരളക്കരയെ ബോധ്യപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് തുറന്നു കാണുമ്പോൾ ബോധ്യപ്പെടും. ഇനിയോ ഹദീസിന്റെ വിഷയത്തിൽ ഹദീസുകളെ നിഷേധിക്കൽ, പരിഹസിക്കൽ, ദുർവ്യാഖ്യാനിക്കൽ, ഇതൊക്കെ ആരുടെ സ്വഭാവ? ദുർവ്യാഖ്യാനിക്കൽ സമസ്തയുടെ സ്വഭാവം. എത്ര ഹദീസുകളെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയം, ആര്? ഇസ്ലാം. സമസ്ത പറയുന്നു ഹറാം. ദുർവ്യാഖ്യാനിച്ചു. തറാവീഹ് 11 റക്അത്ത് സ്ഥിരപ്പെട്ടു വന്നു. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് കൃത്യമായി തന്നെ വിശദീകരിച്ചു. 11-ൽ കൂടുതൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോഴോ അതിനെയും ദുർവ്യാഖ്യാനിച്ചു. ആര്? സമസ്ത. അതും കൈയോടെ നമ്മൾ പിടികൂടി. അതേ ദുർവ്യാഖ്യാനം മടവൂരികൾ കൊണ്ടുവന്നു, കേവല സംഘടനാവാദികളും കൊണ്ടുവന്നു. ഹദീസുകളെ പരിഹസിച്ചു. എത്രമാത്രം തബറുക്ക് അറിയാലോ. നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് തബറുക്കിന്റെ മുഴുവൻ ഹദീസുകളും ചൂഷണത്തിന് ഉപയോഗിച്ചു. കള്ളമുടി വിൽക്കാൻ, കള്ളപ്പൊടി വിൽക്കാൻ, കള്ളമരക്കഷ്ണം വിൽക്കാൻ, കള്ളത്തുണി വിൽക്കാൻ, കള്ളപ്പാത്രം വിൽക്കാൻ, ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ കൊണ്ടുവരാനുണ്ടോ ആ കള്ളത്തരങ്ങൾ മുഴുവനും വിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകാര്യമായി വന്ന തബറുക്കിന്റെ ഹദീസുകളെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചും ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചു. അത് ഈക്കയും എപിയും കണക്കാം. ഇപ്പോ മർക്കസ് ദഅവ എന്തായി മാറിയിട്ടുണ്ട്? ഒരു മാലിന്യ വ്യാപാര കേന്ദ്രം. ഒരു സംശയവുമില്ല. എല്ലാ ചപ്പും ചവറും വന്ന് അടിയുന്ന, അത് വിൽക്കുന്ന ഒരു വ്യാപാര കേന്ദ്രം. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മടവൂർ വിഭാഗം ഇതാ PK മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം ഈ സംവാദത്തിൽ പങ്കെടുത്ത ആ സുല്ലമിയോട് നമ്മൾ വേദിയിരുത്തി ചോദിച്ചു, അല്ല സുല്ലമി, നിങ്ങളിതാ തബറുക്കിന്റെ മുഴുവൻ ഹദീസുകളെയും പച്ചക്ക് നിശ്ചയിച്ച പുസ്തകമാണിത്, എന്താ പറയാനുള്ളത്? ഒന്നും പറഞ്ഞില്ല.
അല്ലെ? മിണ്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ദുർന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയുണ്ടായി. തബറുക്കിന്റെ ഹദീസുകളെ കേവല സംഘടനാവാദികൾ വിചിന്തന വാരികയിൽ നമ്മുടെ പിന്നെ തിരികൊളുത്തിയ ഡോക്ടർ എന്താ എഴുതി വെച്ചത്? തബറുക്കിന്റെ ഹദീസുകളെ പിന്നെ ആവേശത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നവർ എന്ന് പരിഹസിച്ചു. നമ്മൾ കൈയോടെ പിടികൂടി. ജാരങ്ങളിൽ തിരികൊളുത്തുന്ന സമസ്തക്കാരെ പോലെ, മെഴുകി തിരികൊളുത്ത മടവൂരികളെ പോലെ തിരികൊളുത്താൻ, നിലവിളക്ക് കൊളുത്താൻ ആര് പോയി? സംഘടനാവാദികൾ പോയി. നമ്മൾ അംഗീകരിച്ചില്ല, കൈയോടെ പിടികൂടി. ഇനിയോ അൽമനാർ മാസിക, ഈ അൽമനാർ മാസികയിലെ ഏപ്രിലക്കം എന്താ എഴുതി വെച്ചത് കേട്ടോളി. ഇതാ എന്താണ്? ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് വിട്ട് ഹദീസ് സ്നേഹവും സുന്നത്ത് പ്രേമവും വിളമ്പുന്നവരെ എമ്പാടും കാണാനാവും. ആരാ എഴുതി വെക്കുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ എഴുതി വെക്കുന്നു. ഹദീസിനോടുള്ള പ്രേമവും സുന്നത്തിനോടുള്ള സ്നേഹവും വിളമ്പുന്നവരെ എമ്പാടും കാണാനാവും. നിങ്ങൾക്കൊരു പക്ഷേ ഹദീസുകൾ അരോചകമായിരിക്കും, നിങ്ങൾക്കൊരു പക്ഷേ ഹദീസ് കേൾക്കുന്നത് വെറുപ്പായിരിക്കും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെയും പണ്ഡിതന്മാരെയും സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ സ്നേഹിക്കുക, അതിനെ മുറുകെ പിടിക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അതല്ലാത്ത ഒരു ചിന്തയില്ല. കാരണം അത് ഖുർആന്റെ വിശദീകരണമാണ്, വഹിയാണ്. വഹീനെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ, വഹീനെ പ്രേമിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വഴിക്ക് പോകാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രയോ ഹദീസുകൾ ഉദ്ധരിച്ചു. സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ ചേകന്നൂരിന്റെ വഴിയിലേക്ക് പോവുക. മടവൂരികൾ പോയതുപോലെ നിങ്ങൾക്കും പോകാം. അത്രേ പറയാനുള്ളൂ. പിന്നെയോ മൻഹജ് വ്യതിയാനം, ആദർശ വ്യതിയാനം. 2001 കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ച തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ്? ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ വിഷയം മൻഹജു സലഫിൽ വ്യതിയാനം ഉണ്ടായിരുന്നു. മടവൂരികൾ അത് പദത്തിൽ അംഗീകരിച്ചു. പദത്തിൽ ഞങ്ങൾ മനഹജുള്ളവരാണെന്ന് അംഗീകരിച്ചു. പക്ഷേ യാഥാർത്ഥ്യം അവർ കൈവിട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഒരു സംവാദം ഇങ്ങനെ നടക്കാനുണ്ടായ കാരണം. നമ്മൾ അത് വെറുതെ പറഞ്ഞതല്ല. നോക്കൂ നിങ്ങൾ, 2014 ഫെബ്രുവരി അല്ലെ, ഫെബ്രുവരി ഇറങ്ങിയ ഷബാബിൽ പോലും എഴുതിയത് മദ്ഹബിനെയും തഖ്ലീദിനെയും എതിർക്കുന്നുവെങ്കിലും ഒരു സലഫി മനഹജ് വാദം പ്രത്യക്ഷപ്പെട്ടു. ആരാ? ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന തനിച്ച ചേകന്നൂരികൾ മടവൂരി ഭാഗം എഴുതി വെച്ചതായി. അവർക്ക് മനഹജില്ല, ആദർശമില്ല. ഖുർആൻ അവർക്ക് വേണ്ട, ഹദീസുകൾ വേണ്ട, ഇസ്ലാമിന്റെ ഇസ്സത്ത് അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശം തുറന്നു പറയുക. 950 KM മൗലവിയും ഉമർ മൗലവി രൂപീകരിച്ച ആ പ്രസ്ഥാനത്തിന്റെ അവകാശികൾ നമ്മളാണ്, അധികാരികൾ നമ്മളാണ്. കേവലം കസേര കിട്ടിയാൽ, ബിൽഡിംഗ് കിട്ടിയാൽ, സീല് കിട്ടിയാൽ, ലെറ്റർ പേഡ് കിട്ടിയാൽ, പണക്കാരെ കിട്ടിയാൽ, അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനമുണ്ടായാൽ എല്ലാം തികഞ്ഞു എന്ന ആ തെറ്റായ ധാരണ മാറ്റിവെച്ചുകൊണ്ട് ആദർശം സ്വീകരിക്കുക. അതിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ കടന്നു വരിക. ഇല്ലെങ്കിലോ നിങ്ങൾ എല്ലാവരും ഐക്യപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, സമാധാനമാണ്. ആദർശ രംഗത്ത് ഒരൊറ്റ ശത്രു കൂട്ടായ്മയെ മാത്രം നേരിട്ടാൽ മതി. അല്ലെങ്കിലോ നാനാഭാഗം ഇതിങ്ങനെ ചെതറി കിടക്കുകയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി നമ്മൾ തിരിച്ചറിയുക, കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ ആദർശം ആർക്കു മുമ്പിലും മറച്ചു വെക്കാനുള്ളതല്ല, തുറന്നു പറയാനുള്ളതാണ്. ആരെയും പേടിച്ചും നമ്മൾ പിന്മാറേണ്ടതില്ല. ഈ സംവാദത്തിലേക്കും എത്തിപ്പെടാനുണ്ടായ കാരണം ഇവിടെ ഈ നാട്ടിലുള്ള 2 പ്രവർത്തകന്മാർ തമ്മിൽ സംസാരമുണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ആദർശവും അതിന്റെ പ്രമാണങ്ങളും തുറന്ന് ചർച്ച ചെയ്യാൻ ആ ഏറ്റവും നല്ല അവസരം അള്ളാഹു നമുക്കാണ് നൽകിയത്. അൽഹംദുലില്ലാഹ് ഹദീസ് നിഷേധം മടവൂരികളെ തനിച്ച ചേകന്നൂരിലാക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കുവാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അതുപോലെ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നിടത്തും അവർക്ക് മൻഹജില്ല, മുൻഗാമികളെ നോക്കുന്ന ഒരു പണിയില്ല എന്നും തുറന്ന് അവർക്ക് നമ്മുടെ മുമ്പിൽ അംഗീകരിക്കേണ്ടി വന്നു. ഖുർആനിൽ ഉള്ള ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച വിഷയം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഖുർആനിൽ ഇല്ലാത്തതും ഖുർആനിന്റെ പേരിൽ പറഞ്ഞു, അതും അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. എല്ലാ ചോദ്യങ്ങൾക്ക് മുമ്പിലും മുട്ടുകുത്തി പത്തിമടക്കി തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ് അൽഹംദുലില്ലാഹ്. അതിന്റെ ബാക്കി കാണുവാൻ നമുക്ക് സാധിച്ചതും ആ കാര്യം എല്ലാവരും കൃത്യമായി കാണണം ഇൻഷാ അല്ലാഹ്. അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ കാണിക്കും.
ബഹുമാനായ തായുസ്വലായ സൂചിപ്പിക്കും. ഇനി ഇൻഷാ അല്ലാഹ് മാലിക് സലഫി ഈ വിഷയത്തിന്റെ തുടർഭാഗം നിങ്ങളുമായി സംസാരിക്കും. അതിനുവേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിയുന്ന അത്ര പാലിച്ച് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവസാനം അവന്റെ തൗഹീദിൽ അടിയുറച്ചെന്നുകൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ